എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ വരുന്ന അൺനോൺ കോൾസ് എങ്ങനെ ഓൺലൈൻ വഴി കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതാണ്. ഈ വീഡിയോ മുഴുവനായും കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഫോണിൽ വരുന്ന അൺനോൺ കോൾസ് 3 രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ മെത്തേഡ് ഫേസ്ബുക്കിലൂടെയാണ്. നിങ്ങൾക്ക് വരുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ച് ഫേസ്ബുക്കിലൂടെ ആളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഫേസ്ബുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള പേജ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നതിൽ തൊട്ട് താഴെ ഫോർഗോട്ടൻ പാസ്വേഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ഫേസ്ബുക്ക് പാസ്വേഡ് മറന്നു പോകുമ്പോൾ ഫോർഗോട്ടൻ പാസ്വേഡ് കൊടുത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വരുന്ന അൺനോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ നമ്പറാണോ നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും പേരും കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പേര് കോപ്പി ചെയ്യുക. അതിനുശേഷം ബാക്ക് പോയി നിങ്ങളുടെ ഫോണിലെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കോപ്പി ചെയ്ത പേര് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആ പേരിലുള്ള ഒരുപാട് ആളുകളെ കാണുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഫോൺ നമ്പർ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോയും ഇവിടെ കാണുന്ന ഫോട്ടോയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. സെയിം ആണെന്ന് ഉറപ്പായാൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ എബൌട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നും സ്ഥലവും സംസ്ഥാനവും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഫേസ്ബുക്കിലെ അൺനോൺ കോൾസ് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ട്രൂ കോളർ ആപ്ലിക്കേഷൻ ആണ്. സപ്പോസ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ട്രൂ കോളർ ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് 3 ലൈൻസ് കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോളർ ഐ ഡി എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്താൽ ഷോ അൺനോൺ കോളേഴ്സ് എന്ന് കാണാം. അത് എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആര് വിളിച്ചാലും അവരുടെ ഫോട്ടോയും പേരും കാണുവാൻ സാധിക്കും. ചില ആളുകളുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല. പിന്നെ ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഞാൻ പേര് ആഡ് ചെയ്താൽ മാത്രമാണോ മറ്റുള്ളവർക്ക് എന്റെ പേര് കാണുവാൻ സാധിക്കുക എന്നത്. എന്നാൽ സംശയമുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ട്രൂ കോളറിൽ പേര് ആഡ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവർ നിങ്ങളുടെ പേര് ആഡ് ചെയ്താലും നിങ്ങളുടെ നമ്പറിൽ നിങ്ങളുടെ പേര് കാണുവാൻ സാധിക്കും. ചില ആളുകളൊന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആളുകളുടെ പേരും ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. മൂന്നാമതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ്. എങ്കിൽ തന്നെയും ഈ മെത്തേഡ് ഉപയോഗിച്ച് അൺനോൺ പേഴ്സണെ കണ്ടുപിടിക്കാൻ സാധിക്കും. വാട്സപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ച് എങ്ങനെ അൺനോൺ പേഴ്സണെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട് ആദ്യം ഓപ്പൺ ചെയ്യുക. കോണ്ടാക്റ്റിൽ നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്ന അൺനോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കോണ്ടാക്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്പറിന് നൽകിയ പേര് സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ബാർ കാണാം. ഇവിടെ നിങ്ങൾ നൽകിയ അതേ പേര് തന്നെ ഇവിടെ സെർച്ച് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഭാഗത്തായി വാട്സപ്പിന്റെ ഐക്കൺ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആ പേരിലുള്ള അല്ലെങ്കിൽ ആ നമ്പറിലുള്ള ആ ഫോട്ടോ കാണുവാൻ സാധിക്കും. വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ ആണ് ആഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പ്രൊഫൈൽ പിക്ചറും കറക്റ്റ് ആയിട്ട് കാണുവാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ഏതെല്ലാം രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അൺനോൺ പേഴ്സണെ തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. എന്നാൽ അൺനോൺ നമ്പർ തിരിച്ചറിയാൻ കഴിയാതെ എന്റെ അടുത്ത് ഈയിടെ 2 ആളുകൾ ചോദിച്ചു എങ്ങനെ നമ്മുടെ ഫോണിൽ വരുന്ന അൺനോൺ കോൾസ് തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. അതിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.